സ്വയം പാടുന്നല്ലാണ്ട് ട്രെയിനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലേ? ട്രെയിനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലേ? അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വേണ്ടി പാടുന്നത് ഇന്ന് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ധൈര്യത്തോടെ അഭിമാനത്തോടെ നടക്കുന്ന കുറച്ച് കാലഘട്ടമാണ് ഇപ്പോൾ. അറിയാലോ, നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ് ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ ഇന്ത്യ എന്ന് പറയുന്നത് 29+7 സ്റ്റേറ്റ്സ്, 7 യൂണിയൻ ടെറിട്ടറി ചേർന്നതാണ്. അവിടെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലെ സൈനികർ ധീരജവാന്മാരായി അവിടെ നമുക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ധൈര്യവും കരുത്തും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ 29 സംസ്ഥാനം, 7 യൂണിയൻ ടെറിട്ടറി ഉണ്ട് എന്നുള്ളത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ആ രാജ്യങ്ങളുടെ പേര്, സംസ്ഥാനങ്ങളുടെ പേരും തലസ്ഥാനവുമാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. അതൊരു മൈനസ് ട്രാക്ക് പാടി തീരുമ്പോൾ ഈ 36 സംസ്ഥാനവും തലസ്ഥാനവും ഓർഡറിൽ വരും. സംസ്ഥാനം തലസ്ഥാനം സംസ്ഥാനം തലസ്ഥാനം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒഡീഷ, ഭുവനേശ്വർ, കേരളം, തിരുവനന്തപുരം, കർണാടക, ബംഗളൂരു, മേഘാലയ, ഷില്ലോങ്, ഗോവ, പനാജി, ഷില്ലോങ്, ഗോവ, പനാജി. തെലങ്കാന, ആന്ധ്ര, ഹൈദരാബാദ്, ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, ജാർഖണ്ഡ്, റാഞ്ചി, അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ, ഛത്തീസ്ഗഡ്, റായ്പൂർ, അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ, ഛത്തീസ്ഗഡ്, റായ്പൂർ. Andamani, Gobar, Port Blair, Daman, and Udaman, Tripura, Gatala, Punjab, Chandigarh, 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 Haryana, Chandigarh, Haryana, Chandigarh, Tamil Nadu, Chennai, Delhi, New Delhi, Sandishpur, Sikkim, Gangtok, Gujarat, Gandhinagar, Rajasthan, Jaipur, Lakshadweep, Kavaratti, Arunachal Pradesh, Itanagar, Chhattisgarh, Raipur, Dadra Nagar Haveli, Silvassa, Mizoram, Rameଶ୍ୱർ, Pondicherry, Puducherry, Telangana, Andhra, Hyderabad,
उत्तराखंड देहरादून झारखंड रांची अरुणाचल प्रदेश ईटानगर छत्तीसगढ़ रायपुर अरुणाचल प्रदेश ईटानगर छत्तीसगढ़ रायपुर. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരാള് ഇങ്ങനെ ഒരു പാട്ട് വെച്ച് ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളും 7 യൂണിയൻ ടെറിട്ടറിയുമായിട്ടുള്ളതിന്റെ ക്യാപിറ്റലുകൾ ചേർത്ത് ഒരു പാട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇക്കടുത്ത് തന്നെ ഫസ്റ്റ് അഭിപ്രായം ചോദിക്കുന്നത്. ഞാൻ പറയണത് ഒരിക്കലും എന്നെ കൊണ്ട് ഈ പണി സാധിക്കില്ല. ഞാനിത് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ഇതിൻ്റെ ഒരു ഭാഷ വേറെ ഭാഷയിൽ അണ്ണാറക്കണ്ണ എന്നുള്ള പാട്ട് പാടിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത്രേ ഉള്ളൂ. വേറെ ഏതൊരു ഭാഷയിൽ അണ്ണാറക്കണ്ണ എന്നുള്ള പാട്ട് കേട്ടു. അത് സത്യത്തിലൊരു വലിയൊരു അത്ഭുതം, അനുഗ്രഹമാണ് ഇക്ക. കാരണം ഈ പാട്ട് ട്യൂൺ ചെയ്യുമ്പോൾ മോഹൻ സിത്താര സാർ വിചാരിച്ചിട്ടുണ്ടാവില്ല 10 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ 29 സംസ്ഥാനം 7 യൂണിയൻ ടെറിട്ടറി ആ മീറ്റർ ഒന്നും അതിൽ കണക്കാക്കിയിട്ടുണ്ടാവില്ല. എങ്ങനെ ആ പാട്ടിലേക്ക് വന്നു എന്നുള്ളത് അല്ല, ഇത് വേറൊരു അപാരമായിട്ടുള്ള കഴിവാണിത്. ഇത് സാധാരണ എല്ലാവർക്കും ഞാൻ പറ്റേ ഇപ്പം പാരഡി എഴുതുന്നുണ്ട്, ഇപ്പം പാട്ടുകൾ മ്യൂസിക് ചെയ്യുന്നുണ്ട്, ചിലർ ലിറിക്സ് എഴുതുന്നുണ്ട്, പാടുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മൾ വേറെ ആരും ചെയ്യാത്ത ജോലി അല്ലെങ്കിൽ ആരും ഇന്നവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. ആ ചിന്ത പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിസ്സാര കാര്യമല്ല ചെയ്തിരിക്കുന്നത്, ഗംഭീര കാര്യമാണ്. അല്ല, ഞാൻ അവിടെ ഒന്ന് ചോദിക്കട്ടെ, ഇക്ക പാരഡി എഴുതാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ പാരഡി എഴുതാൻ തുടങ്ങിയത് നമ്മുടെ ട്രൂപ്പിൽ ട്രിപ്പ് പോവില്ലേ, മിമിക്രി, കൊച്ചിൻ ഓസ്കാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിരുന്നു. ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി തുടങ്ങിയത്. ആ ഒരു ഫ്രീഡം ആണ് കേട്ടോ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കളിയാക്കാനായിട്ട് അന്നും ഇന്നും എന്നും നമുക്ക് തന്ന ഫ്രീഡം ഉണ്ട് സുഹൃത്തുക്കൾ. ആ ഫ്രീഡം ഇല്ലായിരുന്നെങ്കിൽ പാരഡി ഉണ്ടാക്കൂല, ഞങ്ങളെ പോലുള്ളവർ മിമിക്രി സ്കിറ്റുകൾ എഴുതില്ലായിരുന്നു. സത്യം. അല്ല, ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും സുഹൃത്തിനെ പറ്റി എഴുതിയ പാരഡി ഓർമ്മയുണ്ടോ? ഇപ്പോൾ കൂട്ടുകാരെ കളിയാക്കാം എന്നുള്ളതിന്റെ മാക്സിമം വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ആത്മാർത്ഥ സുഹൃത്തിനെ കളിയാക്കിയിട്ടുണ്ട്, കലാഭവൻ മണിയെ. അവൻ എനിക്ക് തന്ന ഒരു ഫ്രീഡം ഉണ്ട് അവനെ കളിയാക്കാൻ. ആ ഫ്രീഡം വെച്ചിട്ട് മുതലെടുത്ത് എഴുതിയ പാട്ടാണ് നാടൻ പാട്ടുകൾ ചേലിൽ പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ, എന്ന് ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ, നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ, നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ, നർമ്മത്തിൻ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും അറിവുള്ള നെറിവുള്ള ഫ്രണ്ടാ. ഇനി അടുത്തതാണ് ഒരു സുഹൃത്തിനും ഇഷ്ടപ്പെടാത്ത വരികൾ അന്ന് എഴുതിയത്. എന്താണ്? വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധമില്ലാത്തൊരു ഫ്രണ്ടാ. അന്നവൻ ഈ ബോധം കെട്ട് വീണ് കുഴപ്പമുണ്ടാക്കിയ സമയത്ത് അതിനെ വെച്ച് എഴുതിയാണ്. പണ്ട് വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധമില്ലാത്തൊരു ഫ്രണ്ടാ, പിന്നീട് ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ടാ. ഇത് എന്താ പറയാ, ഞങ്ങൾ ഈ സുഹൃത്തുക്കളുടെ ആ സ്നേഹവും ആ സഹകരണം ഇല്ലെങ്കിൽ ഒരിക്കലും എന്നെ പോലുള്ള ഒരാൾക്ക് ഒരു സുഹൃത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പാരഡി എഴുതാൻ സമ്മതിക്കില്ല. അതൊക്കെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഒരുപാട് നമിക്കുന്നു. ഇപ്പോൾ ബാബുചേട്ടൻ പാടിയത് 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു, കേട്ടു. പക്ഷെ എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവും അത് എഴുതി ഇത്ര ഭംഗിയാക്കാൻ. അതുപോലെ തന്നെയാണ് നാദർശിക്കയും ഒരുപാട് ദിവസങ്ങൾ കൊണ്ടാണ്. കേൾക്കുമ്പോൾ 5 മിനിറ്റ് ഉള്ളെങ്കിലും ഒരുപാട് രാത്രികളും പകലൊക്കെ ഇങ്ങനെ നമ്മൾ ഉറക്കമൊഴിച്ചിരുന്ന് എഴുതുന്നതാണ്. അപ്പോൾ ഈ പാട്ടിന്റെ ഭംഗി വരുന്നതെന്ന് പറഞ്ഞാൽ സെലക്ഷനിലാണ്. ആദ്യം മോഹൻ സിത്താര സാറിന്റെ നല്ല പാട്ട്, നല്ല നാദർശിക്ക് അതുപോലെ തന്നെ ഹിറ്റ് പാട്ടുകൾ, പെട്ടെന്ന് ജനകീയമായ പാട്ടുകൾ എടുക്കും. അത് എന്തെങ്കിലും എഴുതി തികക്കുകയല്ല, അതിൻ്റെ മീറ്റർ ഒപ്പിച്ചിട്ട് അത് ചിരിക്കാനുള്ള മെസ്സേജുള്ള പാട്ടുകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും സെൻസിബിൾ ആയിട്ടുള്ളൊരു ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ പാരഡി എന്നുള്ള സംഭവം. പാട്ട് കേൾക്കുമ്പോൾ നമുക്കത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചണ്ഡീഗർ അത് ഓർമ്മ വരും. ഹരിയാന പെട്ടെന്ന് ക്വിസ് പ്രോഗ്രാമിനൊക്കെ പഠിക്കാൻ പറ്റും. ഒരു പാട്ട് പഠിക്കുന്ന സമയത്തോടെ ഇതൊക്കെ പഠിക്കാം. പിന്നെ അതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പാട്ട് ദാസേട്ടനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊരു പാരഡി അല്ല, അതൊരു യഥാർത്ഥത്തിൽ ഇതാണ് ഒറിജിനൽ എന്ന് വിചാരിക്കും, മറ്റത് പാരഡിയാന്ന് ഇരിക്കുന്ന രീതിയിലുള്ള ദാസേട്ടനെ കുറിച്ചുള്ള പാട്ട്. ഇസ്രായേലിൻ നാഥനായി എന്നുള്ള പാട്ടിന്റെ ട്യൂണില് ദാസേട്ടനെ കുറിച്ച് രണ്ടുപേരി ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം, മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം, നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം,
ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഫോർട്ട് കൊച്ചി എന്ന സ്ഥലത്തങ്ങ് ജനിച്ചു, ചെമ്പയുടെ കീഴിൽ പോലും പാട്ട് പഠിച്ചു. സംഗീതത്തിൽ വളരുവാൻ അങ്ങ് ശ്രമിച്ചു, പക്ഷെ പലരും അന്നങ്ങയെ അവഗണിച്ചു. ഗുരുദേവൻ രചിച്ചൊരു ശ്ലോകവുമായി അങ്ങ് ഗായക ജീവിതം തുടങ്ങി വച്ചു. ഗായകരിൽ താരമായി അങ്ങ് ഉദിച്ചുയർന്നു, പ്രഭ ചൊരിയുന്ന പെൺകുട്ടിയെ അങ്ങ് വരിച്ചു. തൂവെള്ള വസ്ത്രങ്ങൾ സ്ഥിരം ധരിച്ചു, ഗായകരിൽ പലരും അതനുകരിച്ചു. ഇന്ന് ലോകമറിയുന്ന ഗായകനായി അങ്ങ് പല പല ഭാഷയിൽ പാടിടുന്നു. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ബാബുചേട്ടാ എന്താ പറയുന്നറിയില്ല, കാര്യം ഇതിനു മുമ്പ് തന്നെ ഒരുപാട് പാട്ടുകൾ ബാബുചേട്ടൻ എഴുതി കേട്ടിട്ടുണ്ട്. പിന്നെ ബാബുചേട്ടൻ ഇങ്ങനെ പാടിക്കൊണ്ട് ഇവിടെ വന്നുകൊണ്ടാണ് നാഷിക്കടൻ ഇത്രയും പാരടി നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിച്ചത്. അത് വളരെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലും ചെയ്താൽ നമുക്ക് ഇത്രയും പാരടി ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. അത് എന്തായാലും ഒരു നിമിത്തമായി മാറി. പിന്നെ ബാബുചേട്ടൻ ഇതൊരു പുസ്തകമാക്കി ഇറക്കാൻ പാടില്ലേ? ഈ പാട്ടുകൾ വരികളൊക്കെ വെച്ചിട്ട് പുസ്തകമാക്കി ഇറക്കിയാൽ അത് നന്നാവില്ല എന്ന് ചോദിച്ചു. കാര്യം ഒരുപാട് പേർക്ക് അതൊരു വേറൊരു പ്ലാനിലോട്ട് പോകാൻ പോവാണ്. അടുത്ത് തന്നെ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. ആണോ? പറയും. ഓക്കെ, അപ്പൊ നടക്കട്ടെ. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകൾ വേണം, അനുഗ്രഹങ്ങൾ വേണം. അതുകൊട്ടെ ഗംഭീരം. താങ്ക് യു. കാരണം ഇത്രയും ഒരു സംഗീതവും പാരഡിയൊക്കെ കോർത്തിണക്കി അറിവ് പകരുന്ന ഒരു ഗായകൻ, എല്ലാം കൊണ്ടും എന്താ ഞാൻ പറയാം, ഇതൊക്കെ ഓർത്ത് ഈ കറക്റ്റ് ഒന്നും തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് പാടേണ്ടത് വലിയ എന്താ പറയുക, ഇതിനെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ നമുക്ക് എല്ലാം പറയുന്ന പോലെ തന്നെ കേട്ടാ, ഇനിയും വിജ്ഞാന ഗായകനായി ഇനി അങ്ങോട്ട് ഗംഭീരമായിട്ട് പോട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു കാര്യം.